ഇന്ന് തയ്യാറാക്കിയത് ഈ ചിക്കൻ മദ്ബൂതാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ്മതി റൈസ് 500 ഗ്രാം, 3 സവാള ചെറുതായി കട്ട് ചെയ്തത്, 1 തക്കാളി കട്ട് ചെയ്തത്, 1 ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, 4 പച്ചമുളക്, ഉണക്ക നാരങ്ങ, 1 ബേ ലീഫ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കപ്പ് ടൊമാറ്റോ പേസ്റ്റ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 കഷ്ണം പട്ട, 8 ഏലക്ക, 4 ഗ്രാമ്പു, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്, അറബിക് മസാല. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു ഇത്രയും ചേർത്ത് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സവാള ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോൾ ക്യാപ്സിക്കം, പച്ചമുളക്, ഉണക്ക നാരങ്ങ, 1 ബേ ലീഫ്, കുരുമുളക്, ചെറിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കപ്പ് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ച് 3/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കി കൊടുക്കാം. 2 ടീസ്പൂൺ അറബിക് മസാല കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഇളക്കി ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ചിക്കൻ ഒരു 3/4 വേവാകുന്നത് വരെ അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഉപ്പ് നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. വളരെ സ്വാദിഷ്ടമായ ചിക്കൻ മദ്കൂത്ത് തയ്യാർ. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അറബിക് ഡിഷായ മദ്കൂത്ത് രുചിയുടെ കാര്യത്തിൽ മന്തിയേക്കാൾ 1 പിടി മുന്നിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്കതിനെ ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.